അമ്മയുടെ വീട്ടിലാണ്. ഇതാണ് എൻ്റെ പുന്നാരനിയത്തി ചക്കു. എൻ്റെ 3 കുട്ടിപ്പട്ടാളങ്ങളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് മാമൻ്റെ മൂത്ത പുത്രനായ കണ്ണൻ, ഇതിൻ്റെ ഏറ്റവും ചെറുതായ ആവണി, ഇതിൻ്റെ രണ്ട് നടുവിലൊരുത്തനുണ്ട് കിച്ചു. അമ്പൂരി ഒന്ന് വിളിക്കാം കേട്ടോ. ഇവിടെ ഒന്ന് ഉത്സവമായതുകൊണ്ടാണ് ഞാൻ, അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരും വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. മൊഞ്ചായില്ലേ? ഞാൻ, അമ്മ, അനിയത്തി, പിള്ളേഴ്സ് എല്ലാം ആയിരുന്നു അമ്പലത്തിൽ പോകുന്നുണ്ടായത്. ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും ഒരു 2-3 ദിവസം അമ്മയുടെ വീട്ടിൽ എന്തായാലും നിൽക്കും. കാരണം അച്ഛനും അമ്മയും എല്ലാവരും ഇല്ലോണ്ട്. അച്ഛനും മാമനെല്ലാം നേരത്തെ പോയി. അമ്പലത്തിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നല്ലോ, കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മെയിൻ ഉദ്ദേശം ഫസ്റ്റ് ഫുഡ് കഴിക്കാനായിരുന്നു. പക്ഷേ അമ്മരുന്ന് ചീത്ത കിട്ടി. കാരണം രാവിലെ തന്നെ കുളിക്കാത്തതുകൊണ്ട് അമ്പലത്തിൽ കയറിയിട്ട് നേരെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയതായിരുന്നു. ഫസ്റ്റ് പറഞ്ഞ് പോയിട്ട് തൊഴുതിട്ട് വന്നിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിച്ചോന്ന്. അപ്പോൾ അതിന് ശേഷം തൊഴുതു. അതിന് ശേഷം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം ഫുഡും കാര്യങ്ങളും കിട്ടി. നല്ല സാമ്പാർ, എളിശ്ശേരി, ചോറും അച്ചാറും, നല്ല സദ്യയായിരുന്നു. കാരണം അമ്പലത്തെ ഫുഡ് അറിയാമല്ലോ, പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. അതിന് ശേഷം ഒരു ഗ്ലാസ് ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം ഉണ്ടായപ്പോൾ ഞാനും മാമിയും പിള്ളേരും കുറച്ച് ലൂടെ കളിച്ചു. പിന്നെ അമ്മരുന്ന് ചീത്ത കിട്ടി ഫോൺ നോക്കുന്നതായിട്ട്, അത് സൈഡിൽ മാറ്റി വെച്ചു. അതിനുശേഷം ഉത്സവം തുടങ്ങി. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു 5 തടമ്പ് നൃത്തങ്ങളാണ് ഉള്ളത്. എനിക്കിത് എവിടെയും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. കാരണം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, പ്രത്യേകിച്ച് വേറെ എവിടെയും ഇല്ല. ഇതാണ് 5 തടമ്പ് നൃത്തങ്ങൾ.